നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മേടക്കൂറുകാരായ ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ 14 ശേഷം മികച്ച വിജയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഏറെയുള്ള ഒരു വർഷമാണ് 2026 വിഷുഫലം നിങ്ങൾക്ക് നൽകുന്നത്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അത് തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഗൃഹനിർമ്മാണം വർഷത്തിൽ സാധ്യമാകുമോ, ഭൂമി വാങ്ങാൻ സാധിക്കുമോ, വാഹനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ, അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണോ ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷുഫലം നിങ്ങൾക്ക് നൽകുന്നത്. നിലവിലെ ജോലികളിൽ നിന്ന് പ്രമോഷനോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള അംഗീകാരമുള്ള പുതിയ ജോലിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. സാമ്പത്തികമായി ഈ വർഷം വളരെയധികം മെച്ചപ്പെട്ട ഒരവസ്ഥയുണ്ടാകും. അത് ഭൂമിയിൽ നിന്നോ പാരമ്പര്യ സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ഈ വർഷം നിങ്ങൾ പണം ചെലവഴിക്കും. ശുക്രൻ രാശാധിപനായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളോട് പൊതുവെ ഒരു താല്പര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർ നിങ്ങൾക്ക് ഈ വർഷം വിദേശത്തേക്ക് പോകാൻ കഴിയും. അതുപോലെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഏറെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിലവിൽ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് തടസ്സങ്ങൾ നേരിട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് ഈ വർഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിദേശയാത്ര സാധ്യമാകും. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി പഠിക്കുവാനുള്ള അവസരം ഈ വർഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026. കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങളിൽ സജീവമായി നിങ്ങൾ പങ്കെടുക്കുകയും കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടി ഊഷ്മളമായിട്ട് മാറുകയും ബന്ധുക്കളും നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഭരണി നക്ഷത്രക്കാർക്ക്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും അത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യരായ പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. കൂടുതലും ഭരണി നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു മന്ദഗതിയിലാണ്. കാരണം വലിയ നേട്ടങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ കുറച്ചുകൂടി ഒരു പതുക്കെയാണ് പോകുന്നത്. പക്ഷെ ഒരു ജൂൺ മാസത്തോടു കൂടി വേഴത്തിൻ്റെ മാറ്റം കൂടി വരുന്നതോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങളും ഐശ്വര്യവും വരുന്നതായിരിക്കും. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. ഭൂമി വാങ്ങാം. അതുപോലെ തന്നെ വീട് പുതുക്കി പണിയുന്നവർക്ക്, പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീടും വസ്തുവും കൂടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വളരെയധികം അനുകൂലമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ട് വരുന്ന ഒരു വർഷമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ചില അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, കണ്ണ് സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും സ്വയം ചികിത്സ ചെയ്യാതെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യുകയും വേണം. 7ാം ശനി തുടരുന്നതിനാൽ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സമയമാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കും. ആ സമയം രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അങ്ങനെ രഹസ്യ ഇടപാടുകളൊന്നും അല്ലാതെ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം. അതുപോലെ
ശത്രുക്കളെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം. മോശം രീതിയിൽ പറയാത്ത ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് മോശമായൊരു ഇടപെടൽ ഉണ്ടാകരുത്. അത് നമ്മുടെ ശനി കുറച്ച് ദോഷമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലതിലൊക്കെ നമ്മൾ ചെന്ന് ഇടപെട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രീശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ദേവീ ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമ ജപം നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടും. ദേവീ പൂജ ഈ വർഷം നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെയധികം ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുതിർന്ന ഒരാളിൻ്റെ ഉപദേശം, ഒരു നിർദ്ദേശമൊക്കെ ചോദിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ സംരംഭമാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സംരംഭം ചെയ്തിട്ടുള്ള മുതിർന്നവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും നിർദ്ദേശങ്ങൾ ചോദിക്കുന്നതൊക്കെ കുറച്ച് ഗുണം കിട്ടുന്ന സമയമാണ്. അപ്പം ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് മേടം ഇടവ മാസങ്ങളാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നല്ലതാണ്. പ്രത്യേകിച്ച് അക്ഷയ തൃതീയ ദിവസം വീട് വാങ്ങാൻ ഉത്തമമാണ്. അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. നവംബർ ഡിസംബർ മാസങ്ങൾ വർഷാവസാനം വീട്ടിലേക്ക് താമസം മാറുന്നത്, ഗൃഹപ്രവേശനം നടത്തുന്നത്, അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മലയാള മാസത്തിൽ വൃശ്ചിക മാസം വളരെ അനുകൂലമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ കുറച്ച് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് സാധിക്കും. അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വാഹനം വാങ്ങുന്നത് നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമാക്കാനും കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഇഷ്ടപ്പെട്ട ആഡംബര വാഹനങ്ങൾ വാങ്ങാനുമൊക്കെ ഈ മാസങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാണ്. അതുപോലെ കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിലൊക്കെയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയദശമി വരുന്ന സമയത്ത്, വിജയദശമി നാളിൽ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ഗുണങ്ങളും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ട് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ചൊവ്വാഴ്ച ഭരണി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു ദിവസമാണ്. ആ ഒരു ദിവസം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഏതൊരു വലിയ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പും രാഹുകാലം നോക്കി ശുഭസമയത്ത് മാത്രം കരാറുകൾ ഒപ്പിടുക. കരാറുകൾ ഒപ്പിടുമ്പോൾ 7:30 ശനി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വേണം കരാറുകളൊക്കെ ഒപ്പിടാൻ. കരാറുകൾ ഒപ്പിടുന്ന സമയം മുതിർന്ന അറിവുള്ള അല്ലെങ്കിൽ ആ മേഖലയുമായി നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ മേഖലയിൽ പരിചയമുള്ള സമ്പന്നരായിട്ടുള്ള മുതിർന്ന ഒരാളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ വീട്ടിലെ തന്നെ മുതിർന്ന ഒരാളോട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മൾ കരാറുകളിൽ ഒപ്പിടുന്നത് കുറച്ച് കൂടുതൽ ഉചിതമായിരിക്കും. വേഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ്. അതായത് വിഷുഫലത്തിൽ നിങ്ങൾക്കത് പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ 7:30 ശനി നടക്കുന്നതിനാൽ ചെറിയ ദോഷങ്ങളുമുണ്ട്. ആ ദോഷങ്ങൾ മാറുന്നതിന് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. കാരണം വീട് വാങ്ങാനാണെങ്കിലും വസ്തു വാങ്ങാനാണെങ്കിലും വാഹനം വാങ്ങാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു സമയമാണ് ഈ വിഷു പുലരി കഴിയുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് ആ ചെയ്യുന്ന സമയം, കരാറുകളിൽ ഏർപ്പെടുന്ന സമയമൊക്കെ വളരെ കൃത്യതയോടുകൂടി മുതിർന്ന ഒരാളുടെ നിരീക്ഷണത്തോടു കൂടി അവരുടെ ഉപദേശത്തോടു കൂടിയൊക്കെ ചെയ്യുന്നത് ഈ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുന്നതിന് അത് കാരണമാകും. വാഹനം ഓട്ടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അമിത വേഗത നമ്മൾ ഒഴിവാക്കണം. വണ്ടിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പേപ്പറെല്ലാം വളരെ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇൻഷുറൻസ് മറക്കാതെ എടുത്ത് വച്ചേക്കുക. കാരണം ഈ 7:30 ശനി നമുക്ക് ചെറിയ ചില അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ അമിത വേഗത കൊണ്ട് അങ്ങനെ അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധ ഉണ്ടാവുക. അപ്പം ശനീശ്വരൻ്റെ ഇതിൽ എപ്പോഴും ശ്രദ്ധയും പ്രാർത്ഥനയും ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മയും ഉണ്ടായാൽ ശനീശ്വരൻ അനുഗ്രഹിക്കുമെന്നാണ്. നമ്മൾ കള്ളം പറയാതിരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി, സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ശനീശ്വരന് പ്രീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അമിത വേഗതയിൽ വണ്ടി ഓട്ടിക്കാതിരിക്കുക, മദ്യപിച്ച് വണ്ടി ഓട്ടിക്കാതിരിക്കുക. ഇതൊക്കെ പൊതുവായിട്ടുള്ള നമ്മുടെ അറിവുകളാണ്. പക്ഷേ ഈ സമയം നമ്മൾ അങ്ങനെയൊക്കെ ചില അഹങ്കാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്.
ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ ഉറപ്പിക്കാനും വിവാഹം നടത്താനും ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസങ്ങളെന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസം വളരെ നല്ല ഒരു മേടം ഇടവത്തിനിടയ്ക്ക് ഈ സമയത്ത് വരുന്ന ശുഭമുഹൂർത്തങ്ങൾ ദാമ്പത്യത്തിന് നല്ല സൗഖ്യം, നല്ല ദാമ്പത്യം നൽകും എന്നുള്ളതാണ്. ചിങ്ങമാസത്തിലാണെങ്കിൽ വിവാഹങ്ങൾ സമാധാനപരവും ഐശ്വര്യപൂർണ്ണമായിട്ട് നമുക്ക് മാറുമ്പോൾ ചിങ്ങമാസത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചാൽ വേഴത് ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സന്തോഷവും ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൽ വിവാഹം മൂലമുണ്ടാകും. വൃശ്ചികം ധനു മാസങ്ങളിലാണെങ്കിൽ ഈ കാലങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ചില ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ വന്നു കണ്ടു നമ്മൾ കല്യാണം നടന്നു എന്ന് പറയുന്നത് പോലെ വളരെ വേഗത്തിൽ കല്യാണങ്ങൾ നടക്കാനും അനുയോജ്യരായ വധൂവരന്മാരെ ലഭിക്കാനുമൊക്കെ ഈ വർഷം നിങ്ങൾക്ക് വളരെയധികം നല്ല സമയമാണ്. അത് വൃശ്ചിക ധനു മാസങ്ങൾ, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. പെട്ടെന്ന്, കാരണം മറ്റതൊക്കെ പറഞ്ഞു വച്ചിരുന്ന കുറച്ച് കാലയളവിലൊക്കെ കഴിഞ്ഞിട്ടാണ് നടക്കുന്നതെങ്കിൽ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന വിവാഹാലോചന, നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹാലോചന വളരെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വിവാഹബന്ധത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് ചൊവ്വയുടെയും ശുക്രൻ്റെയൊക്കെ ഒരു സ്വാധീനം ഉള്ള ഒരു സമയം ആയതിനാൽ തന്നെ പങ്കാളിയുമായിട്ട് നല്ലൊരു വൈകാരിക ബന്ധം പുലർത്താൻ സാധിക്കും. പരസ്പരം സ്നേഹത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി പോകാൻ നിങ്ങൾക്ക് കഴിയും. വിവാഹത്തിന് ശേഷം വലിയ സാമ്പത്തിക മെച്ചം നിങ്ങൾക്ക് വിവാഹത്തിലൂടെ ലഭിക്കും. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും കിട്ടും. വിവാഹത്തിലൂടെ നിങ്ങളുടെ ജീവിത രീതികൾ തന്നെ മാറും, ജീവിതം തന്നെ മാറുന്ന ഒരവസ്ഥയുണ്ടാവും. പുതിയ വീട്ടിലേക്ക് താമസം മാറാനും ഒരു യോഗം കാണുന്നുണ്ട്. ശനിദോഷം നിൽക്കുമ്പോൾ ജാതകങ്ങൾ നോക്കുന്നുവെങ്കിൽ മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സുകൾ തമ്മിൽ ഒന്നായാൽ പിന്നെ ജാതകത്തിനൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. അവരുടെ മനസ്സുകൾക്കാണ് പൊരുത്തം, മനസ്സുകളുടെ തീരുമാനത്തിനാണ് മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. പക്ഷേ നമ്മുടെ ജാതക പൊരുത്തം നോക്കുന്നുവെങ്കിൽ ശനിദോഷം നിൽക്കുന്നത് കൊണ്ടും 7.5 ശനി നടക്കുന്ന സമയമായതുകൊണ്ടും നമ്മൾ കൃത്യമായിട്ട് ഒരു പരിശോധിക്കുന്നത് നന്നായിരിക്കും. നോക്കുന്നുള്ളവർക്ക് വേണ്ടി മാത്രം നോക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ജൂൺ മാസത്തിന് ശേഷമുള്ള മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കാൻ ദോഷഫലങ്ങളുള്ള സമയത്തുള്ള മുഹൂർത്തങ്ങൾ ഒഴിവാക്കി നല്ല സമയത്തുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ദേവീ ക്ഷേത്രത്തിൽ ഈ വിവാഹ തടസ്സങ്ങൾ ഉള്ളത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദേവീ ക്ഷേത്രത്തിലെ സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. ശനിദോഷങ്ങൾ മാറുന്നതിന് ശനീശ്വരനെ പൂജിക്കുന്നതും ഏറെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭരണി നക്ഷത്രത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയുവാണെങ്കിൽ 2026 ഈ വിഷുഫലം ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. ഏകദേശം ഒരു പകുതിയും മുക്കാലും വളരെ നല്ല ഫലങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. വർഷ ആദ്യത്തിലുണ്ടായിരുന്ന മന്ദത മാറി വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണങ്ങൾ വരുന്ന ഒരു വർഷമാണ്. എല്ലാവർക്കും ഈ വിഷുഫലം വളരെയധികം ഐശ്വര്യങ്ങളും നന്മകളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.